ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതിൽ ഈ AICCയുടെ റിലീസ് പ്രകാരം സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി, ഖർഗെ ഈ 3 പേർക്കുമാണല്ലോ ക്ഷണം കിട്ടിയിരുന്നത്. ഈ 3 പേരും പങ്കെടുക്കുന്നില്ല. അതായത് രാഷ്ട്രീയ പദ്ധതിയാണ് BJPയും RSSും ചേർന്ന് നടത്തുന്നത്. അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല. ഇതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം, രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള. അതുപോലെ തന്നെ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്തുന്നതാണ് അതിൽ പ്രശ്നമായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രപ്പണി പൂർത്തിയായിട്ടില്ല, അതിനു മുൻപ് തന്നെ ഉദ്ഘാടനം നടത്തുന്നു. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഇങ്ങനെ പറയുന്ന കോൺഗ്രസിന്റെ ഈ നിലപാട് അത് ഗുണമാകുമോ ദോഷമാകുമോ കോൺഗ്രസിന്? ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു നിലപാട് മതിയായിരുന്നു? അതാണോ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ഇക്കാര്യത്തിൽ? നിലപാട് എടുത്തത് വളരെ നന്നായി. അത് അതിൻ്റെ ഗുണം ചെയ്യോ ദോഷം ചെയ്യോ രണ്ടാമത്. നിലപാട് കൃത്യമായി എടുത്തു എന്നുള്ളതാണ്. അത് എന്താണ്, അല്ലാതെ അവിടെ ഇവിടെ ഈ ചവിട്ടി കളിച്ച് നമ്മൾ ഈ കുച്ചിപ്പുടി കളിക്കുമ്പോൾ അവിടെ ബാലൻസ് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. അത് നിലപാടെടുത്ത് അന്ന് നമ്മൾ ഈ വിഷയത്തിന് മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുക, ഒന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ക്ഷേത്രം വേണോ ഡാം വേണോ എന്ന് ചോദിച്ചാൽ ഡാം മതി, ക്ഷേത്രം വേണോ നിങ്ങൾ ഉണ്ടാക്കിയ പണ്ടോ നമ്മൾ ഇല്ലാന്ന് പറയുന്നത് നിലപാടെടുത്ത് നിങ്ങളങ്ങ് പോയാൽ മതി. അല്ലെ ഇന്ദിരാഗാന്ധിനെ പോലെ ആ കാലഘട്ടത്ത് RSSുമായിട്ട് അവർ അടിയന്തരാവസ്ഥ കാലത്ത് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഥിതി ഇന്ദിരാഗാന്ധിയുടെ അണ്ടറിലാണ് RSSന്റെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും ശക്തമായി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോയ ഒരു വിശ്വാസി എന്നൊക്കെ രീതിയിൽ ശക്തമായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഇതിലേതെങ്കിലും നിലപാടായിരുന്നു അത് എടുക്കേണ്ടിയിരുന്നത്. അതിലേതായാലും അവർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോയ്സിലേക്ക് പോയി. ഇപ്പം ഞാനാണ് കോൺഗ്രസിൻ്റെ ഉപദേശകനെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകണമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രത്യേക അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു മെജോറിറ്ററിയും പൊളിറ്റിക്സിനെ മറികടക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള സമീപനം എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവർ ഈ ഒരു കൗണ്ടർ നെഗറ്റീവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിന്നെ ഇടയ്ക്ക് ഡെസിമേറ്റ് ചെയ്തു പോയ ഒരു കൗണ്ടർ നെഗറ്റീവിനെ ശക്തമായി കൊണ്ടുവരുന്നു. അപ്പോൾ കൗണ്ടർ നെഗറ്റീവ് നിങ്ങൾ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പതുക്കെ അതിൻ്റെ ഒരു ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇത് ഒരു സെൻറ്റർ ലെഫ്റ്റ് നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള. അപ്പം നീരജ ചൗധരിനെയൊക്കെ പോലെയുള്ള ഇന്ത്യയിലെ വെറ്ററൻ ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയെ കമ്പയർ ചെയ്യുന്നത് ഈ പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരയായിട്ടല്ല. എന്നാൽ ഇന്ദിര കുറച്ചുകൂടി ഒരു ഹിന്ദു നിലപാടുകൾ, ഹിന്ദുത്വം എന്ന് ഞാൻ പറയുന്നത് ഹിന്ദു വൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിരുന്ന ആളാണ്. പക്ഷേ ഇവരങ്ങനെ ജവഹർലാൽ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു നിലപാടാണ് ഇദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അത് ഇലക്ട്രോണലി പെട്ടെന്ന് അതിന്റെ ഗുണം കിട്ടുമെന്ന് തോന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് പോകില്ല, പക്ഷേ കോൺഗ്രസുകാർ പൊക്കോട്ടെ, ഇതല്ലേ ഈ നിലപാട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? അതല്ലേ ഗംഭീര നിലപാടല്ലേ? ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പറയില്ല RSS പങ്കെടുത്തില്ല. ഗുരുജി ഡോക്ടർ ജി അദ്ദേഹം മുമ്പ് ഹിന്ദു മഹാസഭയിലൊക്കെ ഉണ്ടായിരുന്ന സജീവമായിട്ട് പങ്കെടുത്തില്ല. പക്ഷേ RSSന്റെ പ്രവർത്തകരോട് നിങ്ങൾ പങ്കെടുക്കുക എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. RSS തന്നെ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ സംഘടനാപരമായിട്ട് ഞങ്ങൾ നിലപാടൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ആരെങ്കിലും പങ്കെടുക്കാൻ ഞങ്ങൾ എതിരുമായിരുന്നില്ല. അത് പിന്നെ സംഘത്തിന് ഗുണം ചെയ്യുന്നതല്ലേ നമ്മളുണ്ട്. ഇത്തരം ചില നിലപാടുകളുണ്ട്. ഇത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. അത് നിങ്ങൾക്ക് വിശ്വാസത്തിന് അടിസ്ഥാനം നിങ്ങൾ പോയിക്കോ, അതിന് നമ്മളെതിരാകും. നമ്മുടെ പാർട്ടി എന്ന രീതി നമ്മുടെ നിലപാടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് ഒരു സെൻട്രൽ ലെഫ്റ്റ് നിലപാടാണ്. ഇതിൻ്റെ ലീനിയേജ് ജവഹർലാൽ നെഹ്റു എന്നാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് ഞങ്ങൾ ആ ലൈനാണ് പിന്തുടരുന്നത്. അതായത് സോമനാഥ് ക്ഷേത്രത്തിൽ ജവഹർലാൽ നെഹ്റു എടുത്ത ആ ഒരു നിലപാട്, ആ നിലപാട് അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുകയാണ്. കുറച്ചും വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു നിലപാടെടുക്കും. മാത്രമല്ല മൊത്തം ഒരു പൊളിറ്റിക്സ് തന്നെ ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിൽ പോകുന്നത്. അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വെസ്റ്റേണൈസ്ഡ് മോഡേൺ നിലപാടായിരുന്നു അദ്ദേഹം എടുത്തത്. ഇന്ദിരാഗാന്ധി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമൊക്കെ ദുർബലമാക്കി. ഇന്ദിരാഗാന്ധി ഈ പറയുന്നത് പോലെയുള്ള ഒരു ഹിന്ദു ഐഡന്റിറ്റിക്ക് അവർ ഊന്നൽ കൊടുത്തിരുന്നു. പിന്നെ പിൽക്കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് അതിനൊരു പ്രശ്നം വന്നത്. അന്ന് വരെ മാത്രമല്ല, സംഘത്തിനെ മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുക, അവരൊക്കെ പിടിച്ച് ജയിലിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ലൈൻ വിട്ട് ഇന്ദിരാഗാന്ധി തൊട്ടിട്ട് ഏതാണ്ട് നമ്മുടെ ഇയാൾ വരെയുള്ള കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഒരേ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് മാറി ആ നിലപാടെടുക്കാൻ ഇപ്പോൾ RSS ഉണ്ട്. അപ്പം RSS ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാമായിരുന്നു. RSS ശക്തമല്ലാത്ത സമയത്ത് ഇപ്പോൾ RSS ശക്തമായ രംഗത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് നമ്മൾ എടുക്കണം. നമുക്ക് ഈ ഒരു CPMന്റെ ഒക്കെ നിലവിലുള്ള ലൈൻ അല്ലെ നമ്മുടെ പഴയ ലൈൻ തന്നെലേക്ക് പോകാം. പക്ഷെ അതിൽ വടക്കേ ഇന്ത്യയിൽ ഈ BJPയുടെ ഹിന്ദുത്വ നിലപാടിനെ അതിന് സമാനമായ നിലപാട് കൊണ്ട് എതിർത്താലേ BJPയെ ഒരു പരിധിവരെയെങ്കിലും എതിർക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഈ ഒരു നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നുവല്ലോ, വ്യക്തമാണല്ലോ അക്കാര്യം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിന് പെട്ടെന്ന് വഴുതി മാറാൻ പറ്റും? അതോ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവരുടെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ കോൺഗ്രസിനുണ്ടോ? ഞങ്ങളിങ്ങനെ അവർക്ക് വിരുദ്ധമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളെ ഈ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നവരാണെന്ന് മുദ്രകുത്തും, അതുകൊണ്ട് ഇത്തരമൊരു നിലപാടിലേക്ക് പോകാം, എന്നാലേ മതേതര വോട്ടുകൾ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു
കൺഫ്യൂഷൻ, അതിനിടയ്ക്ക് ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നു. അതായത് കോൺഗ്രസ് പങ്കെടുക്കില്ല, കോൺഗ്രസ്സുകാർ പങ്കെടുത്തോട്ടെ. അല്ല, കോൺഗ്രസിന് ഈ മൃദുഹിന്ദുത്വം വേണം. ഇത് രണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഹിന്ദു മഹാസഭയൊക്കെ ഭയങ്കര ദുർബലമല്ല ഗാന്ധി ഭാഗത്തോടു കൂടി. അതിനുശേഷം ഹിന്ദു ഈ നാഷണലൈസ് അല്ല നാഷണലിസ്റ്റ് ഫീലിംഗ് ഉള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ ഫീലിംഗ് ഉള്ള രണ്ടാണ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് തന്നെ. അത് മാത്രമല്ല, ഈ ഇവിടെ തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധിയാണ് ഇതിലെ അനുകൂലമായ നിലപാട് രാമക്ഷേത്രത്തിന് അനുകൂലമായി സ്വീകരിച്ചത് 1986-ൽ. പിന്നെ 91-ൽ വന്നപ്പോൾ മാനിഫെസ്റ്റോയിൽ തന്നെ ഇല്ലേ, പ്രകടന പത്രികയിൽ തന്നെ രാമക്ഷേത്രം കടന്നു വന്നു കോൺഗ്രസിന്റെ. പിന്നെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം പിന്നീട് ഇല്ലേ നരസിംഹറാവുവിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇല്ലേ, പള്ളി പണിയുവാനുള്ള സൗകര്യം ഒരുക്കി തരാം മറ്റൊരു പ്രദേശം ഇല്ലേ, നിങ്ങൾക്കും സൗകര്യപ്രദമായ സ്ഥലത്ത്. അങ്ങനെ വരുമ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ രാമക്ഷേത്രത്തിന് എതിരായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്ന് വരില്ലേ എന്നാണ്. അതാണ് ഇന്ന് BJP നേതാക്കൾ പറയുന്നത് ആന്റി ഹിന്ദുവായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന്. രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ ഒരു കൺഫ്യൂഷൻ കോൺഗ്രസ് ഉണ്ടായി ഏത് നിലപാടിലേക്ക് പോകണമെന്നുള്ളത്. അല്ല, കോൺഗ്രസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ RSS ശക്തമായി വന്നതോടുകൂടി, അല്ലെങ്കിൽ RSS മുമ്പേ ശക്തമാണ്, BJP പൊളിറ്റിക്കലി ശക്തമായി വന്നതോട് കൂടിയിട്ട് ആ ഒരു റൈറ്റ് വിങ്ങിനെ കാറ്റർ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ കാറ്റർ ചെയ്തോട് കാര്യമില്ല എന്നൊരു ഫീൽ ചിലപ്പോൾ അവർക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ബാബുമശായിരുന്നു ഇതുവരെ കേരളത്തിൽ അങ്ങനെ ആരും പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് നീരജ ചൗധരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെറ്ററൻ ജേർണലിസ്റ്റ്, അവരുടെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നരസിംഹറാവു പിന്നെ പള്ളി അങ്ങ് തകർന്നോട്ടെ എന്ന് കരുതിയ ആളാണ്. കാരണം ഈ പള്ളി തകർന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ രാമജന്മഭൂമി ഹിന്ദുത്വ മൂവ്മെന്റിനെ കാറ്റയച്ചു വിടാം. എന്നിട്ട് അവിടെ ഇന്നിപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഐ ക്യാൻ ഡിഫീറ്റ് BJP ബട്ട് ഐ ക്യാൻ ഡിഫീറ്റ് രാമ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്ഷേത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം, പള്ളി വേറെ സ്ഥലത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം എടുത്തത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഈ അവാല ഇടപാടുകളൊക്കെ ഇരുന്നിട്ട് അഴിമതി ആരോപണമൊക്കെ വന്നതോടുകൂടി അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തത്. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഈ രാമജന്മഭൂമി പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്ന ആളാണ് കല്യാൺ സിംഗ് ആണ് സത്യത്തിൽ. കല്യാൺ സിംഗ് നരസിംഹറാവുവിനെ വഞ്ചിച്ചു എന്നാണ് പുറത്ത് വന്നിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് പള്ളി പൊളിച്ചോട്ടെ നരസിംഹറാവാണ് വിചാരിച്ചത്. അയാൾ കമ്മ്യൂണലിസ്റ്റ് ആയിട്ടൊന്നല്ല. ഈ ഹിന്ദുത്വ ശക്തികളെ തകർക്കാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു. കാരണം ഈ ഒരു ഇദ്ദേഹം ഒരു ആന്ധ്രക്കാരൻ നാഷണലിസ്റ്റ് ഹിന്ദു ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ മൂവ്മെന്റിന്റെ ഒരു പോക്ക് എങ്ങനെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അപ്പം കല്യാൺ സിംഗ് സത്യത്തിൽ അന്ന് ഇപ്പം അനിൽ സ്വരൂപ് എന്ന് പറഞ്ഞൊരു IAS ഓഫീസർ, അന്ന് അദ്ദേഹത്തിന് വളരെ ക്ലോസ് മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ഇദ്ദേഹമായിരുന്നു. ആരുടെ? കല്യാൺ സിംഗിൻ്റെ. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കല്യാൺ സിംഗിൻ്റെ പിന്നെ റൂമിലേക്ക് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്ന സമയത്ത് അത് അഡ്വാനിയോട് ഫോണിൽ ചൂടാകുന്നതാണ്. നിങ്ങൾ എന്നെ ചതിച്ചു, വഞ്ചിച്ചു. നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ കേട്ടത്. ഇങ്ങനെ ഒരുപാട് ഡൈക്കോട്ടം ഇതിൻ്റെ നടുവിലുണ്ട്. അപ്പം നരസിംഹറാവു വന്നെടുത്തൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിലൊരു സ്വാധീനം കോൺഗ്രസ് ഉണ്ട്. കാരണം ഈ ഹിന്ദുത്വ ശക്തികളെ ഒരു ഹിന്ദു ലൈനിൽ തന്നെ പോയി, ഇന്ദിരാഗാന്ധിയുടെ ലൈനിൽ തന്നെ പോയിട്ട് നേരിടണം. പക്ഷേ ഇവർക്ക് ഇപ്പോൾ എവിടെ നിന്നോ ഒരു ശക്തമായ ഉപദേശം കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു സൗത്തിൽ ഈ പറഞ്ഞ ഹിന്ദുത്വ വികാരം കുറച്ച് സ്ട്രോങ് ആണ്. ഹിന്ദുത്വ വിരുദ്ധ വികാരം എസ്പെഷ്യലി കേരള, തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിൽ, ആന്ധ്രാപ്രദേശിൻ്റെ ചില പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കർണാടകയുടെ ചില പ്രദേശങ്ങൾ, അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ഒരു ആൻറ്റി ഹിന്ദുത്വ അല്ല ആൻറ്റി ഹിന്ദി, ആൻറ്റി BJP, ആൻറ്റി മോഡി സാധനമുണ്ട്. അപ്പോൾ ഇതിനെ കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വോട്ടുകൾ അവിടെ നിന്ന് ക്യാൻവാസ് ചെയ്യാം. ഉത്തരേന്ത്യ തൽക്കാലം BJPക്ക് വിട്ടുകൊടുക്കുക. ഉത്തരേന്ത്യയിൽ ഇപ്പം ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ കണ്ടു വളർന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് മോഡിയാണ്. അപ്പം നമുക്ക് മോഡി ഹൈപ്പാണ്. നമ്മൾ അതിൻ്റെ മുമ്പ് നരസിംഹറാവുവിനെ ഒക്കെ കണ്ടു വളർന്ന ആളുകളായതുകൊണ്ടാണ്. ഈ പിള്ളേരെ സംബന്ധിച്ച് മോഡി ഹൈപ്പാണ്. അപ്പോൾ അവരെ മോഡിയുടെ ക്രിട്ടിക്കായിട്ടാണ് വരിക. അപ്പോൾ ലോകം അന്ന് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ ഓപ്പൺ അപ്പ് ആവും വെസ്റ്റേൺ ഐഡിയോളജിയുടെ സ്വാധീനം നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും അല്ലെങ്കിൽ താലിബാൻ ആവണം, അതായത് RSSന് പറ്റില്ലല്ലോ. ഈ നമ്മളിവിടെ കടന്നു വരും. ആ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശമായിരിക്കും അവർക്ക്. രണ്ടാമത്തെ കാര്യം, ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് കോൺഗ്രസ്. അത് വിശാലമായ വലിയൊരു ഫാമിലിയാണ്. ഒരു സ്മോൾ ഫാമിലി ഞാനും എൻ്റെ വൈഫും പിന്നെ തട്ടാനും കൂടി മതി. മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈ പറഞ്ഞ ദേശീയ ഈ പറയുന്ന എന്താ പറയുക ചില നമ്മളിപ്പോൾ ഇടത് പാർട്ടികളൊക്കെ എടുക്കുന്നത്. അവർക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. CPIക്ക് ആണെങ്കിൽ കേരളത്തിൻ്റെ കോണം നോക്കേണ്ട, ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യം നോക്കിയാൽ അവർക്ക് തീരുമാനം എടുക്കാം. പക്ഷേ അതുപോലല്ല കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസ് തീരുമാനം എടുക്കുക ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അത് വലിയൊരു കുടുംബമാണ്, വലിയൊരു പാർട്ടിയാണ്. അതിൽ ഇപ്പോഴും ഒരു 45% ഈ ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ കുറ്റമൊന്നുമല്ല. ഹിന്ദുത്വ നിലപാട് ഉണ്ടാകുന്ന ഒരു കുറ്റമൊന്നുമല്ല. അങ്ങനെ നിലപാടുള്ളവർ പൊയ്ക്കോട്ടെ, ബാക്കിയുള്ളവർ ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാട് തന്നെ. താങ്കൾ ഈ നിലപാടിനെ അനുകൂലിക്കുകയാണ്. ഞാൻ പേഴ്സണലിയോ അല്ല, ഞാനാണ് ഇവരുടെ ഉദ്ദേശം. ഞാൻ പോകാൻ പറയും. ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പോകണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, സോണിയാഗാന്ധിന്റെ സീറ്റ് 4ാമത്തെ കോല മറ്റാണ് ഇവർക്ക് സീറ്റൊക്കെ. അതൊക്കെയാണ് ഇവരുടെ ഒരു പ്രശ്നമുണ്ട്. അതാണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ പവർഫുൾ പൊസിഷനിൽ ഇരുന്ന ആളാണ് സോണിയാഗാന്ധിയൊക്കെ. അപ്പോൾ പറയുന്നേട്ടാ, എനിക്ക് ഉറപ്പില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇത് വിളിച്ച് സംസാരിച്ചു. ഡൽഹി പോവുകയായിരുന്നുവെങ്കിൽ BJPയുടെ ഈ ഒരു കെണിയിൽ വീടില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ കെണിയിൽ വീഴില്ല. ഇവർക്ക് എപ്പോഴും അസറ്റാണ്. മറ്റേ ലൈൻ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. കാരണം ഒരുപക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ മോഡിക്ക് മനുഷ്യന്മാരല്ല എന്താ അബദ്ധം പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ?
വാജ്പേയി എത്ര നന്നായി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റിലാണ് അന്ന് സത്യത്തിൽ ഇത് പോയത്. അപ്പോൾ എപ്പോഴും മനുഷ്യന് അബദ്ധങ്ങളൊക്കെ പറ്റാം. അപ്പോൾ അതുപോലെ ഒരു പെട്ടെന്നൊരു എന്താ പറയുക ഒരു മൊബിലൈസേഷനൊക്കെ അവർക്ക് അത് ഗുണം ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ആളുകളുടെ മനസ്സിൽ ലൈവായി നിൽക്കുന്ന സമയത്ത് എന്താണ് രാമനെ പോലും അംഗീകരിച്ചില്ല ഔദ്യോഗികമായിട്ട്. ദേ ആർ നോട്ട് ഇന്ത്യൻ, ദിസ് നോട്ട് എൻ ഇന്ത്യൻ പാർട്ടി, ഇറ്റ്സ് എ കൊളോണിയൽ പാർട്ടി, ഇറ്റ്സ് എ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് എന്നുള്ള ഒരു ഫീല് കൊടുക്കാൻ BJP, നമ്മളെ ശിവശങ്കരനൊക്കെ വളരെ എളുപ്പമാണ്. ശിവശങ്കരനൊക്കെ അതിൽ ഭയങ്കര വിദഗ്ധനുമാണ്. ശരി, ശ്രീ PR